നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തിരുവചനം പഠിക്കുവാനായിട്ട് വീണ്ടും ഒരു അവസരം കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ തന്നതിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ ചില ആഴ്ചകൾ വളരെ പ്രതിസന്ധികളിലൂടെ ഞങ്ങൾ കടന്നുപോയി. അവിടെയെല്ലാം ഞങ്ങളെ സൂക്ഷിച്ച അവിടുത്തെ വലിയ ദയക്കായിട്ട് സ്തോത്രം. ഇന്നത്തെ ഞങ്ങളുടെ ക്ലാസ് ഏറ്റവും അനുഗ്രഹമാക്കി തീർക്കും. ആവശ്യമായ കൃപ ഞങ്ങൾക്ക് നൽകി തരും, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ക്രിസ്ത്യൻ ലീഡർഷിപ്പ്, ക്രിസ്തീയ നേതൃത്വത്തെക്കുറിച്ച് അല്ലേ? ആണോ? അതാണ് നമ്മുടെ വിഷയം. അതിൽ നിന്ന് നമ്മൾ പൊതു സ്വഭാവങ്ങളെല്ലാം പഠിച്ചതിന് ശേഷം ആദ്യം നമ്മൾ പഠിച്ചത് ഒരു നേതാവിനുണ്ടായിരിക്കേണ്ട പൊതു സ്വഭാവങ്ങൾ, അതിൽ നിന്ന് പതുക്കെ ഒരു ക്രിസ്തീയ നേതാവിനുണ്ടായിരിക്കേണ്ട പൊതു സ്വഭാവങ്ങൾ നമ്മൾ കണ്ടു. ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വേദപുസ്തകത്തിൽ നിന്നുള്ള ചില ലീഡേഴ്സിനെ എടുത്ത്, നേതാക്കന്മാരെ എടുത്ത് അവരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ചില സ്വഭാവങ്ങളെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലിപ്പോൾ നമ്മൾ 2-3 പേരുടെ കഴിഞ്ഞു. ആദ്യം നമ്മൾ കണ്ടത് നെഹമ്യാവിനെയാണ്. അദ്ദേഹം ഒരു പുരോഹിതനായിരുന്നില്ല, പ്രവാചകനൊന്നും അല്ലായിരുന്നു, ഒരു രാജാവിൻ്റെ പാനപാത്രവാഹകനായിരുന്നു. പക്ഷേ ഗോഡ് ചോസ് ഹിം, ദൈവം അവനെ തിരഞ്ഞെടുത്തു. എന്തിനു വേണ്ടി? ശൂന്യമായി കിടക്കുന്ന യെരുശലേമിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി, അതിൻ്റെ മതിലുകളെ പണിയേണ്ടതിന് വേണ്ടി. അത് കഴിഞ്ഞ് നമ്മൾ ചിന്തിച്ചത് അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതത്തെക്കുറിച്ചാണ്. ദൈവസഭയെ പണിയാനായിട്ട് ദൈവം ഉപയോഗിച്ച അതിശക്തനായിരിക്കുന്ന ഒരു വ്യക്തി അപ്പോസ്തലനായ പൗലോസ്. പൗലോസിൻ്റെ ഭാഷയെ തന്നെ പറഞ്ഞാൽ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരിൽ ഒട്ടും കുറഞ്ഞവനായിരുന്നില്ല താൻ. എങ്ങനെ തനിക്ക് ഇത്ര ശക്തമായിരിക്കുന്ന ഒരു ശുശ്രൂഷ ചെയ്യാൻ കഴിഞ്ഞു, തൻ്റെ സ്വഭാവ വൈശിഷ്ട്യങ്ങൾ എന്തായിരുന്നു എന്നാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം മൂന്നാമത് നമ്മൾ കയറിയത് ആരുടെ ജീവിതത്തിലേക്കാണ്? മോശയുടെ ജീവിതത്തിലെ. പഴയ നിയമ ഇസ്രായേലിനെ നയിക്കുവാൻ ദൈവം എടുത്ത സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ, ഒരു അടിമബാലനായിട്ട് ജനിച്ച് ഫറവോന് ദൈവമായി ഇവരെ ഉയർത്തിയ ഒരു മനുഷ്യനെ കുറിച്ചാണ് നമ്മൾ കണ്ടത്. മോശയുടെ ജീവിതത്തെക്കുറിച്ചാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. മോശയുടെ ജീവിതത്തിൽ നമ്മൾ എന്തെല്ലാം കണ്ടു? ഹി വാസ് എ മാൻ ഓഫ് ഫെയ്ത്ത്. മോശയെക്കുറിച്ച് നമുക്ക് ആദ്യം ഓർക്കാനുള്ളത് മോശ മാൻ ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെ ഒരു മനുഷ്യൻ. പിന്നെ നമ്മൾ എന്തോ കണ്ടേ? ദ മീക്കസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ്. ലോകത്തില് മോശയെ പോലെ സൗമ്യനാരും ഉണ്ടായിരുന്നില്ല. അതെവിടെ പറഞ്ഞേക്കുന്നേ? സംഖ്യാപുസ്തകത്തിൽ. എന്നാൽ ഇന്ന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? പറ്റില്ല. അതിലും സൗമ്യനായ ഒരുത്തനും വന്നു കഴിഞ്ഞു. അതാരാ? കർത്താവായ യേശു ക്രിസ്തു. അപ്പൊ സംഖ്യാപുസ്തകം എഴുതുന്ന കാലം വരെ ഹി വാസ് ദ മീക്കസ്റ്റ് മാൻ ഇൻ ദ വേൾഡ്. ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ചില കാര്യമൊക്കെ നമ്മൾ പ്രസംഗിക്കുമ്പോൾ അത് എഴുതപ്പെട്ട കാലഘട്ടത്തിലും ആരുടെ കാലയളവിലാണ് അത് പറഞ്ഞതെന്നും കൂടെ നമ്മൾ ശ്രദ്ധിച്ചില്ല വേണം എന്ത് ചെയ്യാനായിട്ട്, പറയാനായിട്ട്. നിങ്ങൾ യോജിക്കുന്നു എന്നോട് എല്ലാവരും? അതോ ദുരിതവശമാണോ? അല്ല. ആ കാലഘട്ടം വരെ ജീവിച്ചിരുന്ന വഴിയിൽ ഏറ്റവും സൗമ്യനായ ഒരു മനുഷ്യനായിരുന്നു മോശ. അതുപോലെ തന്നെയാണ് ശലോമോനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും എന്നിട്ട് സുവിശേഷത്തിൽ വരുമ്പോൾ പറയുന്നു ശലോമോനേക്കാൾ വലിയവൻ ഒരുത്തൻ വന്നിരിക്കുന്നു. ജ്ഞാനത്തിൽ സമ്പൂർണനായ, ആലോചനയിൽ വലിയവനായ, പ്രവൃത്തിയിൽ ഉത്കൃഷ്ടനായ ഒരു വന്നിരിക്കുന്നു. അതാരാ? യേശു ക്രിസ്തു. നിങ്ങളപ്പോൾ മനസ്സിലാക്കിക്കോണം കേട്ടോ. നമ്മൾ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആ കാലഘട്ടത്തിലെ കൂടെ നമ്മൾ നോക്കിക്കോണം. ഒരു സൗമ്യനായ മനുഷ്യനായിരുന്നു. ആ കാലഘട്ടം കണ്ട ഏറ്റവും സൗമ്യനായ മനുഷ്യനായിരുന്നു മോശ. അത് കഴിഞ്ഞ് നമ്മൾ എന്തോ പഠിച്ചത്? ഹി വാസ് ഫെയ്ത്ത്ഫുൾ. അവൻ വിശ്വസ്തനായ ഒരു മനുഷ്യനായിരുന്നു മോശ. എന്താ നമ്മൾ മോശയെ നമ്മളെടുത്ത് പഠിക്കാൻ കാരണം എന്നാന്ന് പറഞ്ഞാൽ
കാരണം പറഞ്ഞായിരുന്നു. വേദപുസ്തകത്തിൽ 852 പ്രാവശ്യം ഈ മനുഷ്യൻ്റെ പേര് എന്ത് ചെയ്തിട്ടുണ്ട്? പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. 852 എഴുതിയില്ല നിങ്ങൾ അരുത്. പിന്നെ എന്നാ പറയാൻ ആരും? അതാണ് ചോദിച്ചതെന്ന് മനസ്സിലായില്ലായിരിക്കും അല്ലേ? ഇതാണ് അതിൻ്റെ കാരണം. ഇത്രയധികം പ്രാവശ്യം ഒരാളുടെ പേര് പരാമർശിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഹിസ് സംബഡി. നമ്മൾ കണ്ടത് അവൻ വളരെ വിശ്വസ്തനായിരുന്നു. അടുത്ത് നമ്മൾ എന്ത് പഠിച്ച് എഴുതിയുമല്ലോ? He feared God. ദൈവത്തെ ഭയപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു മോശ. ദൈവത്തെ പേടിക്കുകയല്ല. ഇവിടെ ഈ ഭയത്തിന് ഇങ്ങനത്തെ ഭയത്തിന് പ്രത്യേകം പറയുന്ന ഒരു ഇംഗ്ലീഷ് പദമുണ്ട്, റവറൻസ് എന്നാ പറയുക, ഭക്തി എന്നാ പറയുന്നത്. മറ്റേത് ഫിയറാണ്, മറ്റേത് പേടിയാ. പേടിയും ഭക്തിയും ഭയത്തിൽ നിന്നുളവാകുന്ന ഒരു ഭയമുണ്ട്. അല്ല, ഭക്തിയിൽ നിന്നുളവാകുന്നൊരു ഭയമുണ്ട്. നമുക്ക് പലരെയും പേടിയാ. നമുക്ക് അവരോട് എന്തില്ല? ഭക്തിയില്ല, റവറൻസ് ഇല്ല. ദൈവത്തോടുള്ള നമ്മുടെ ഭയം എന്ന് പറയുന്നത് അത് നമ്മുടെ ഭക്തിയിൽ നിന്നുള്ളതായിരിക്കുന്ന ഒരു ഭയമാണ്. അല്ലാതെ അവനെ നമ്മളെ തല്ലും കൊല്ലും അടിക്കും എന്നുള്ള ആ പേടിയല്ല. ആ പേടി കൊണ്ടൊരു പ്രയോജനമില്ല. He feared God. ദൈവത്തെ ഒത്തിരി ഭയപ്പെട്ടൊരു മനുഷ്യനാണ്. ഒരു ദൈവഭയം ഉണ്ടായിരുന്ന മനുഷ്യനാണ് അവന്. അടുത്തത്, he was a lover of his people. തൻ്റെ ജനത്തെ അവൻ വളരെ സ്നേഹിച്ചൊരു മനുഷ്യനാണ്. അവൻ്റെ ജനമെന്ന് പറഞ്ഞാൽ അവൻ എന്ത് ചെയ്യുമെന്നറിയാമോ? ജീവൻ വെച്ച് കൊടുക്കുമായിരുന്നു. അതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് ഒരു മിസ്രയീമിനും തൻ്റെ നാട്ടുകാരനോ അല്ലെങ്കിൽ തൻ്റെ കുലത്തിൽപ്പെട്ടവനുമായിട്ട് ഒരു വഴക്കുണ്ടായപ്പോൾ അവൻ ചാടി ഇറങ്ങി. എബ്രായ ലേഖനകാരൻ പറയുന്നു, മിസ്രൈമ്യ ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നത് വേണ്ടാന്ന് വെക്കാൻ കാര്യം എന്നാണെന്നറിയാമോ? ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണി എന്നുള്ള വാസ്തവം തന്നെ. പക്ഷെ അതിനേക്കാൾ ഉപരി എന്തുവായിരുന്നു? തൻ്റെ ജനത്തോടുള്ള തൻ്റെ പ്രതിപത്തി നിമിത്തമാണ്. തൻ്റെ ജനത്തോടുള്ള പ്രതിപത്തി. എൻ്റെ ജനം കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ ഐ കനോട്ട് ബി ഇൻ ദ ഫാറോസ് പാലസ്. എനിക്ക് ഫറവോൻ്റെ കൊട്ടാരത്തിൽ ജീവിക്കാനായിട്ട് എനിക്ക് എന്ത് ചെയ്യത്തില്ല, സാധിക്കത്തില്ല. എനിക്ക് ആ ടൈറ്റിലേ വേണ്ട. ഈ സമകാലിക അനുഭവങ്ങളിൽ നമ്മൾ ഒത്തിരി പേരെ എങ്ങനെ കാണാനായിട്ട് കഴിയും? ഈ കാലഘട്ടത്തിൽ ജീവിതത്തിൻ്റെ സകല സുഖ സൗകര്യങ്ങളെയും വെടിഞ്ഞിട്ട് താൻ സ്നേഹിക്കുന്ന ജനത്തിനു വേണ്ടി എല്ലാമായി തീരാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്ത ഒത്തിരി ആളുകളെ നമുക്ക് കാണാൻ കഴിയും. ചിലരുടെ പേര് പറയാമോ? ഗാന്ധിജി ഒരു വലിയ ഉദാഹരണമാണ്. മദർ തെരേസ വേറൊരു ഉദാഹരണമാണ്. നെൽസൺ മണ്ടേല വേറൊരു ഉദാഹരണമാണ്. മാർട്ടിൻ ലൂതർ കിങ് എന്നൊരു ഉദാഹരണമാണ്. താനായിരിക്കുന്ന ജനത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടി തനിക്ക് ലഭിക്കാമായിരുന്ന പദവികളെ മുഴുവൻ വെടിഞ്ഞ് വേണ്ട, നമുക്കിനി പതുക്കെ കർത്താവെങ്കിലേക്ക് അടുത്ത് വരാം, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ എന്ത് ചെയ്തു? ദാസരൂപമെടുത്ത് തന്നെത്താൻ മനുഷ്യനായി വിളങ്ങി ക്രൂശിലെ മരണത്തോളം താഴ്ചയുടെ കാര്യമാണ്. ഹി ലവ്ഡ് us so much. നമ്മെ അത്രമാത്രം സ്നേഹിച്ചുകൊണ്ട്. ഒരു ലീഡർഷിപ്പിലിരിക്കുന്ന ഒരു വ്യക്തി എപ്പോഴും എങ്ങനെ ആയിരിക്കണം? ഹി ഷുഡ് ബി എ ലവർ ഓഫ് പീപ്പിൾ. ജനത്തെ സ്നേഹിക്കുന്നവനായിരിക്കണം. നമുക്കൊക്കെ പറ്റുന്ന പരാജയം എന്താണെന്നറിയാമോ? എല്ലാവരും എന്നെ സ്നേഹിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അല്ലേ? എല്ലാവരും എന്നെ സ്നേഹിക്കണം, എല്ലാവരും എന്നെ വണങ്ങണം, എല്ലാവരും എന്നെ കുമ്പിടണം. നമ്മളാരോടും നിന്നിങ്ങനെ എന്നാ? നോ, യു ഷുഡ് ബി എ ലവർ ഓഫ് പീപ്പിൾ. നീ ജനത്തെ സ്നേഹിക്കുക, സ്നേഹം തിരിച്ചു കിട്ടും. നീ ജനത്തെ ദ്വേഷിച്ചോ, ദേഷ്യം തിരിച്ചു കിട്ടും. നീ വിതയ്ക്കുന്നത് തന്നെ പോയി. ഷുഡ് ബി എ ലവർ ഓഫ് പീപ്പിൾ. മോശയ്ക്കുള്ള ഏറ്റവും വലിയ ഗുണം അതുകൊണ്ട് അവന് എന്തെല്ലാം നഷ്ടപ്പെടേണ്ടി വന്നോന്നറിയാമോ?
തൻ്റെ സ്ഥാനം പോയില്ലേ. ഫറവോൻ്റെ പുത്രിയുടെ മകൻ എന്നൊക്കെ അന്ന് വിളിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ് പൊസിഷൻ, ഒരു വലിയ സ്ഥാനമാണ് അത്, രാജ്ഞിയുടെ പുത്രനാന്ന് പറയുന്നത്. അതിൻ്റെ ഒപ്പം കിട്ടുന്നത് എന്തുവാ? മിസ്രൈമിലെ നിക്ഷേപങ്ങൾ മുഴുവനും. മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ ഒരു ഫറവോൻ്റെ കല്ലറ തുറന്ന് നോക്കിയാൽ കണ്ടാൽ അറിയാം. ടൺ കണക്കിന് സ്വർണവും വെള്ളിയും അല്ലേ അതിനകത്ത് കിടക്കണേ. അതൊക്കെ ഇവനും കിട്ടേണ്ടതാവും മരിക്കുമ്പോൾ. അല്ല, അവൻ്റെ നിക്ഷേപങ്ങളാണ് ഇതൊക്കെ. അവൻ്റെ ഒരു ഫറവോൻ ആയുഷ്കാലത്ത് സ്വരൂപിക്കുന്നത് മുഴുവനും അവൻ്റെ കല്ലറയിലേക്ക് കൊടുക്കുക. അതൊരു വല്ലാത്ത നഷ്ടമായിരുന്നു. നമുക്ക് അത്രയൊന്നും വേണ്ട. ആകെ 4 സെൻറ്റ് ഭൂമിയുള്ളൂ, 6 മക്കളും ഉണ്ട്. നീ പെന്തിക്കോസ് പോയാൽ നിനക്ക് 1 സെൻറ്റ് നിൻ്റെ അവകാശം തരത്തില്ലെന്ന് പറഞ്ഞാൽ എന്തോ 6 അവകാശം കിട്ടാൻ പോന്നേ. എന്നാലും അപ്പം മരിച്ചതിന് ശേഷം ഞാൻ എന്ത് ചെയ്തേക്കാം, വിശ്വാസത്തിലോട്ടൊക്കെ വന്നേക്കാമെന്ന് പറഞ്ഞേക്കുന്ന ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം എന്തുവാ, എനിക്ക് എൻ്റെ അവകാശം കിട്ടത്തില്ല, എനിക്കെൻ്റെ നന്മ കിട്ടില്ല. മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്ന് അവൻ എണ്ണിയതിൻ്റെ കാരണം. എന്നിട്ട് പറയുന്നു, ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നവൻ തിരഞ്ഞെടുത്തെന്നാണ് പറയുന്നത്. എ ലീഡർ ഷുഡ് ബി ദ ലവർ ഓഫ് പീപ്പിൾ. ജനത്തെ, ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ വിശ്വാസികൾക്ക് വേണ്ടിയല്ലേ ദൈവം നമ്മുടെ കയ്യിൽ നൽകി തന്നിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി അവരെ നാം എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്, എത്രമാത്രം നമ്മൾ അവർക്ക് വേണ്ടി ത്യാഗം ചെയ്യാൻ തയ്യാറാവുന്നുണ്ട്? ഇല്ലാതൊന്നും സഭ വളരില്ല. വെറുതെ സ്വോത്രക്കാഴ്ച എണ്ണി ഇടിക്കാൻ മാത്രമായിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം അങ്ങോട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? എറിയണം അവരുടെ ജീവിതത്തിലോട്ട്. അവർക്ക് വേണ്ടി ചിലവാകണം, ചിലവായി പോകണം. അടുത്തത് 6-ാമത്തത് എന്നാ, ഹീസ് എൻ ഇന്റർസെസർ എന്ന് പറഞ്ഞാൽ എന്തു അർത്ഥം? ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന. അങ്ങനെ മുഴുവനൊന്നും എഴുതണ്ട, ഒരു ഒറ്റ വാക്ക് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ആശയം മനസ്സിലാക്കി നിങ്ങൾ. അവന് ഒരു മധ്യസ്ഥത അണയ്ക്കുന്നവനായിരുന്നു. ഹീസ് എൻ ഇന്റർസെസർ. എഴുതിക്കോ, മോശയുടെ ജീവിതത്തിൽ കാണുന്നത് ഹീസ് എൻ ഇന്റർസെസർ. സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിന്റെ 11 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് അയക്കാം. യഹോവ മോശയോട്, ഈ ജനം എത്രത്തോളം എന്നെ നിരസിക്കും? ആ ആ ആ ആ ആ മോശെ, ഞാൻ അവരെ മുഴുവൻ തുടച്ചു മാറ്റാൻ പോവുക, ഞാൻ നിന്നെ അവരെക്കാൾ വലിയവനാക്കാൻ പോവുക. മോശയോട് പറഞ്ഞു, നോക്കിയേ, എന്നോട് പറഞ്ഞത് മതി, എന്നോട് പറഞ്ഞത് പറഞ്ഞു, ഇനി പറയരുത്. മിസ്രൈമിൽ ഇത് കേൾക്കും. നീ ഈ ജനത്തെ അവരുടെ ഇടയിൽ നിന്ന് നിന്റെ ശക്തിയാൽ കൊണ്ടുവന്നിട്ട് എന്നിട്ട് ആ ആ ആ ആ ആ ആ നീ ഇപ്പോൾ ഈ ജനത്തെയൊക്കെയും ഒറ്റ മനുഷ്യനെ പോലെ കൊന്നുകളഞ്ഞാൽ നിന്നെക്കുറിച്ചുള്ള കീർത്തി കേട്ട ജാതികൾ ഈ ജനത്തോട് സത്യം ചെയ്ത ദേശത്തേക്ക് നിനക്കവരെ കൊണ്ടുപോകാൻ കഴിയാത്തത് കൊണ്ട് നീ അവരെ മരുഭൂമിയിൽ വെച്ച് നശിപ്പിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞ് നിന്റെ നാമം ദുഷിക്കാൻ ഇടയാകും. അതുകൊണ്ട് എന്ത് ചെയ്യരുത്. കാരണം നിന്റെ സ്വഭാവം ദീർഘക്ഷമയും മഹാദയുള്ളവനാ. ചുമ്മാ നിന്റെ പേരിനെ നീ നാണക്കേട് എന്ത് ചെയ്യരുത്, ഉണ്ടാക്കരുത്. തമ്പുരാനെ മോശ ഗുണദോഷിക്കുന്ന പോലെ നമുക്ക് തോന്നും, അല്ലേ? ആണോ? എന്തിനാ? വേറെ ഭാഗത്ത് പറയുന്നത്, നീ എന്നെ വിട്, ഞാൻ ഈ ജനത്തെ നശിപ്പിക്കട്ടെന്ന് പറയുന്നുണ്ട്. അത് പ്രവാചക പുസ്തകത്തിലാണ് പറയുന്നത്. ഇവിടെ അപ്പം മോശ ദൈവം ഇസ്രായേൽ ജനങ്ങളെ തുടച്ചു മാറ്റാൻ പോകുന്നു എന്ന് മോശയോട് പറഞ്ഞപ്പോഴ് മോശ പറഞ്ഞു, പറ്റില്ല. വായിച്ചോ, ഇനി താഴോട്ട് വായിച്ചേ.
ആ ആ ആ ആ ആ ആ ആ ശരി, ഇത് കേട്ടെ. മോശ ഇസ്രായേൽ ജനത്തിന് വേണ്ടി എന്ത് ചെയ്യാന്നറിയാമോ? മധ്യസ്ഥത അണയാണ്, ഇന്റർസീഡ്സ്. കർത്താവ്, നീ പറഞ്ഞൊക്കെ ശരിയാ, ഈ ജനാകൃതിയുള്ള ജനം തന്നെ. അതെവിടാ? അത് പുറപ്പാട് പുസ്തകത്തിലാണ്. അത് വായിച്ചോ ഇനി. ആ ആ യെസ്, അത് പുറപ്പാട്. ഓക്കെ, എഴുതിക്കോ, അതും കൂടെ എഴുതിക്കോ. എക്സോഡസ് 32:10. ഈ ഭാഗമൊക്കെ പഠിച്ചാൽ, അതായത് ദൈവം നശിപ്പിക്കാനായിട്ട് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ മോശ കയറി ഇടയിൽ നിന്നു. പറ്റില്ലെന്ന് പറഞ്ഞു. അല്ലേ, ചില വീട്ടിൽ അപ്പൻ മക്കളെ തല്ലാൻ നേരത്ത് അമ്മ കയറി ഇടയിൽ നിൽക്കില്ലേ? ചിലടത്ത് അമ്മ തല്ലാൻ നേരത്ത് അപ്പനായിരിക്കും കയറി ഇടയിൽ നിൽക്കുന്നത്. അപ്പൻ്റെ അമ്മ ഇടയിൽ നിൽക്കും. അമ്മ അല്ലാതെ ചില വീട്ടിൽ അമ്മാമ്മയാ തടയാൻ നിൽക്കുക, അല്ലേ? തൊട്ടുപോരെന്ന് പറയും എൻ്റെ കൊച്ചൻ. അപ്പം പറയും, അമ്മ മാറിയെന്ന് വേണം, നീ അങ്ങോട്ട് മാറിയെന്ന് പറയും. ഇതുപോലെ മോശ ദൈവത്തിന്, എന്നിട്ട് മോശ ദൈവം നീ മാറ്, നീ എന്നെ വിട്. ദാറ്റ് ഈസ് എ ട്രൂ ലീഡർ. നമ്മളൊക്കെയാണെങ്കിൽ കർത്താവേ, അവളിതേ എന്നോട് ഇങ്ങനെ പറഞ്ഞു വെച്ച് ഇവിടെ നിന്ന് ഇറങ്ങിയേക്കുക, വീട്ടിൽ എത്തുന്നതിന് മുമ്പ് അവളോട് സംസാരിക്കണം, അവളുടെ കാലൊടിഞ്ഞ് എന്ത് ചെയ്യണം, അതുകൊണ്ട് വണ്ടി ഇടിക്കണം, അല്ലേ? അറിയാം, നോക്കിയാൽ എന്നെ തൊട്ടാൽ മിഠായി കിട്ടുന്ന മനസ്സിലാക്കണമെന്ന്, അല്ലേ? അത് പറയും, അല്ലേ? നമ്മളാണെങ്കിൽ അങ്ങനെ അല്ലേ? നമുക്കെതിരെ വല്ലതും പറഞ്ഞു പോകുമ്പോൾ ഉടനെ നമ്മൾ എന്ത് ചെയ്യും? പായെടുത്തിട്ട് കർത്താവ് നീ ഇട്ടപ്പെടണം, അല്ലേ? ഇത് ഇടണമെന്ന് പറഞ്ഞാൽ അവൻ്റെ മണ്ടയ്ക്ക് അടിക്കണം എന്നാണ് നമ്മളെ ഉദ്ദേശിച്ചത് മുഴുവനും, അല്ലേ? കണക്കിന് നീ എന്ത് ചെയ്യണം? കൊടുക്കണം. അങ്ങനെ ഒരു മിഠായി നീ കൊടുത്തോണം. മോശ അതല്ലായിരുന്നു. മോശ പറയുന്നത് എന്നെ, കർത്താവ് പ്ലീസ്, അങ്ങനെ വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ വീട്ടുകാരും വിശ്വാസത്തിൽ വന്നിട്ടില്ല, അവരെന്തോ പറയും? ഞങ്ങളുടെ ദൈവം ഇത് പോയതിനെതിരെ നിനക്ക് കിട്ടിയത് അടിയാന്ന് പറയും. കർത്താവ് അങ്ങനെ ഉണ്ടാവില്ലേ? സംഗതി ശരിയാ, മറുതലിച്ചൊക്കെയാ പോയത്, സംഗതി ശരിയാ, എന്നെ ദേഷിച്ച് എന്നെ ചീത്ത പറഞ്ഞ് എന്നെ വിഷമിപ്പിച്ച് ഇറങ്ങിപ്പോയത്. എന്നാലും ദൈവമേ, അത് കണക്കിടല്ലേ, അതിനോട് ക്ഷമിക്കണേ കർത്താവേ. ദാറ്റ്സ് ദ ട്രൂ ലീഡർ. അതോ അങ്ങനെ ഇറങ്ങിപ്പോയപ്പോൾ അവൻ്റെ വണ്ടി ഇടിച്ച് അവനെ ആശുപത്രി കയറ്റി എന്നുള്ള വാർത്ത കേൾക്കുന്നതാണോ നമുക്ക് സന്തോഷം? സൂപ്പർ ആത്മീയൊന്നും ആരും കളിക്കരുത് ഇവിടെ. ശരിക്കും പറ, അതവന് ആവശ്യമാണ്. ഞാൻ അന്നേരം വിചാരിച്ചു അവന് ഒരു മിഠായി കിട്ടുന്നു, അല്ലേ? എ ട്രൂ ലീഡർ. ശരിയാ, വിഷമമുണ്ട്, ഭാരമുണ്ട്. അത് കർത്താവിനോട് പറഞ്ഞു വെച്ച്, കർത്താവ് ഇവർ ചെയ്തത് ഇന്നതെന്നറിയാൽ ഇവരോട് ക്ഷമിക്കണമേ. ഇവർ പറഞ്ഞത് ഇന്നതെന്നറിയാത്തതുകൊണ്ട്, അവന് അറിവില്ലായ്മല്ല, അവന് കാര്യം ഗ്രഹിക്കാഞ്ഞിട്ട് അവൻ പറഞ്ഞതാ. നീ അവനോട് ക്ഷമിക്കണമേ. നിന്റെ പ്രതികാരത്തിൻ്റെ കരം ഒരിക്കലും അവർക്കെതിരായിട്ട് എന്ത് ചെയ്യല്ലേ, നീട്ടല്ലേ. എ ട്രൂ ലീഡർ ഈസ് ലൈക്ക് ദാറ്റ്. യഥാർത്ഥം അങ്ങനെ പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് തൊട്ട് അങ്ങനെ പഠിക്കണം. ഇന്ന് തൊട്ട് അങ്ങനെ പഠിക്കണം നമ്മൾ. അങ്ങനെയാണെങ്കിൽ ലീഡർഷിപ്പിലേക്ക് നീ നിന്നെ തന്നെ സെൽഫ് ക്വാളിഫൈ ചെയ്യുകയാണ്, അതിന് യോഗ്യനായി നീ മാറുക ചെയ്യുന്നത്. അടുത്തതിലേക്ക് നമുക്ക് നോക്കാം. അപ്പം മോശ ആരായിരുന്നു? ഹി വാസ് എ ട്രൂ ഇന്റർസെസർ. ഒരു യഥാർത്ഥ മധ്യസ്ഥനായിരുന്നു. എത്ര പ്രാവശ്യമാണ് അവൻ്റെ ജീവിതത്തിൽ ഇതാണ്ടത്. അടുത്തത് 7-ാമത്തെ, ഹി ഹാസ് എ ഫൊർഗീവിങ് സ്പിരിറ്റ്. ക്ഷമിക്കുന്ന ആത്മാവുള്ളവനായിരുന്നു മോശയ്ക്ക്. ക്ഷമിക്കാനുള്ളൊരു ആത്മാവ്. സംഖ്യാപുസ്തകം 12-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. രസകരമായൊരു സംഭവമാണ് അത്.
നാത്തൂനും നമ്മളുടെ പ്രശ്നമാണ് അവിടെ. മോശ ഒരു കൂശ്യ സ്ത്രീയെ വിവാഹം ചെയ്തു. ആരാ കൂശ്യ സ്ത്രീ എന്ന് പറഞ്ഞാൽ ആരാ? കറുത്തവള. മോശ എബ്രായനല്ലേ, കാണാൻ സ്മാർട്ടും നല്ല ഹിബ്രൂസ് അല്ലേ, നല്ല കാണാൻ നല്ല സ്മാർട്ടാ. പക്ഷെ കല്യാണം കഴിച്ചത് ഇപ്പോൾ അറിയാ? ഒരു കൂശ്യ സ്ത്രീയെ. അതാർക്ക് പിടിച്ചില്ല? പെങ്ങക്ക് പിടിച്ചില്ല. ഇവന് കിട്ടിയ ഒരു പെണ്ണെ, ഇതല്ലാണ്ട് വേറൊന്നും കിട്ടിയില്ലെന്ന് തോന്നുന്നു. വായിച്ചോ. മിര്യാനും അഹരോനും മോശയ്ക്ക് വിരോധമായി ഇപ്പോൾ സംസാരിക്കുക. ഈ പുതിയ പെണ്ണുമ്പിള വന്നത് ആർക്ക് കണ്ടും പിടിച്ചില്ല? സഹോദരനും സഹോദരിക്കും പിടിച്ചില്ല. ഇല്ലായ്മയൊക്കെ പറഞ്ഞിട്ട് പോയി കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനെ കണ്ടില്ലയോ? ഞങ്ങൾക്കും കൂടെ നാണക്കേട് ഉണ്ടാക്കാനായിട്ട് അല്ലേ? വായിച്ചോ. എടാ അവന് ബുദ്ധിമുട്ടല്ല. നീ എന്തോത്തിനാ അവനെൻ്റെ കൂടെ കൊണ്ട് നടക്കുന്നത്? നീ കൂടെ പോണ്ടാത്രാണ്. യഹോവാ ഇവൻ്റെ ധാരണ കേട്ടോ, ഇവനെ കൂടെ മാത്രമേ ദൈവം സംസാരിക്കത്തുള്ളൂ ഇവൻ്റെ ഭാവം. ഞങ്ങൾ മുഖാന്തരമൊക്കെ ഞാനാണ് ഈ ജനത്തെ ആദ്യം ആരാധന എന്തുവാന്ന് പഠിപ്പിച്ചത് ഞാനാ. ആര് പറഞ്ഞു? മിര്യാം പറഞ്ഞു. അതായത് അപ്പൊക്കെ എടുത്ത് ഇല്ലേ, ഓർക്കില്ലേ, ചെങ്കൽ കിടന്ന് ഈ ജനത്തെ ആരാധിക്കാൻ പഠിപ്പിച്ചത് ഞാനാ. ഇവനെ വിടുവിക്കാനേ അറിയത്തുള്ളൂ. ഇതിനെ ആരാധിപ്പിക്കാൻ പഠിപ്പിച്ചത് ഞാനാ. ഞാനൊരു കാര്യം പറയാം. നീ ലീഡർഷിപ്പിനെതിരെ, നേതൃത്വത്തിനെതിരെ പറയുന്നത് മുഴുവനും ആരും കേൾക്കാതായിരിക്കും നീ പറഞ്ഞത്. തമ്പുരാൻ കേൾക്കുന്നുണ്ടെന്ന് ഓർത്തോണം. നീ പറഞ്ഞില്ലേ കുറേയൊക്കെ. നിന്റെ മേൽ ദൈവം ആക്കി വെച്ചിരിക്കുന്ന ആത്മീയ നേതൃത്വത്തിനെതിരെ നീ എന്തെങ്കിലും സംസാരിക്കുന്നെങ്കിൽ അത് തമ്പുരാൻ കേൾക്കുന്നുണ്ട്. നീ ഭാര്യയും ഭർത്താവും കൂടെ പറഞ്ഞായിരിക്കും. ഓക്കെ, അങ്ങനെയുള്ളവരാരും ഇവിടെ ഇല്ല, അതുകൊണ്ട് മുമ്പോട്ട് പോവാം. മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരെക്കാളും ഏറ്റവും സൗമ്യനായിരുന്നു. തമ്പുരാൻ ഇടപെട്ടു. കാരണം മോശ മോശ ഇതിനെക്കുറിച്ച് ഒന്നും മിണ്ടുന്നില്ല. അത് സൗമ്യതയുടെ ലക്ഷണമാണ്. ഈ കേൾക്കുന്നതിനൊന്നുമല്ലാതെ എന്ത് ചെയ്യുന്നില്ല, റെസ്പോണ്ട് ചെയ്യാൻ പോകത്തില്ല. നമ്മളൊക്കെയാണെങ്കിൽ പറഞ്ഞ് നിനക്കെന്നെ വേണോടാ, എനിക്കിഷ്ടമില്ല, ഞാൻ കിട്ടി, നീ ഏതാ എന്നൊക്കെ നമ്മൾ ചോദിച്ചേനെ. ഒരു ചൊറിയുന്ന വർത്താനം നമ്മളും കൂടെ അങ്ങോട്ട് എന്ത് ചെയ്തേനെ, പറഞ്ഞേനെ സുഖമായിട്ട്. തൃശ്ശൂർക്കാരാണെങ്കിൽ നിർബന്ധമായിട്ട് തീർച്ചയായിട്ടും പറഞ്ഞിരിക്കും. ആ കോണ്ടെക്സ്റ്റിലാണ് മോശയെക്കുറിച്ച് പറയുന്നത്. അവൻ അതീവ എന്ന് പറഞ്ഞാൽ അതിനടുത്ത് തന്നെ അവൻ മിണ്ടിയില്ല. വിഷയത്തിൽ ഓരോ വാക്യം എഴുതുന്നതിൻ്റെ കോണ്ടെക്സ്റ്റ് നോക്കണം കേട്ടോ, അതോടെ ശ്രദ്ധിച്ചോണം. അല്ലാണ്ട് മോശയുടെ ഗുണഗണങ്ങൾ വർണ്ണിക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെ മോശ സൗമ്യനായിരുന്നു എന്ന് പറയുകയല്ല. ഇത് ന്യായമായിട്ടും പ്രതികരിക്കാനും സംസാരിക്കാനും അവസരമുള്ളൊരു വിഷയം. ഇത് രണ്ട് കാര്യമാണ് ചോദ്യം ചെയ്തേക്കുന്നത്. ഒന്ന്, തൻ്റെ പേഴ്സണാലിറ്റി, തൻ്റെ വ്യക്തിത്വത്തെ, തൻ്റെ കുടുംബത്തെ, തൻ്റെ ഭാര്യയെ. രണ്ട്, തൻ്റെ ശുശ്രൂഷയെ. എന്താ, നിന്നെ കൂടെ മാത്രമേ ദൈവം സംസാരിക്കത്തുള്ളൂ, ഞങ്ങളിൽ കൂടെ ഒന്നും ദൈവം സംസാരിക്കില്ലെന്നാണോ നിൻ്റെ ധാരണ? നീ എന്താ കണ്ടേക്കുന്നത് അല്ലേ? അപ്പോൾ അവൻ്റെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്തു, അവൻ്റെ ശുശ്രൂഷയും ചോദ്യം ചെയ്തു. ആദ്യത്തേതിൽ ചിലപ്പം മിണ്ടാതിരുന്നാലും ഒരു ആത്മീയനെ സംബന്ധിച്ച് രണ്ടാമത്തത് പറയുമ്പോൾ അവൻ എന്ത് ചെയ്യുന്നറിയാമോ? പ്രതികരിക്കും. വേറെ ചിലരെ രണ്ടാമത്തേലും മിണ്ടാതിരുന്നാലും ഭാര്യയെ തൊട്ടാൽ എന്ത് ചെയ്യും? പ്രതികരിക്കും. ഭാര്യ ഇല്ലാത്ത രണ്ടുപേർക്ക് ചിലപ്പോൾ മനസ്സിലാവത്തില്ലായിരിക്കും അത് ഈ പറയുന്നത് എന്തോന്ന്. പ്രതികരിക്കും നിങ്ങൾ. ഈ കോണ്ടെക്സ്റ്റിലാണ് മോശയെക്കുറിച്ച് പറയുന്നത്. അവരക്ഷരം മിണ്ടിയില്ല. ഞാനിവിടെ നിന്നൊരു കാര്യം പറഞ്ഞുതരാം. സ്വന്തം കുടുംബക്കാരാ മോശയ്ക്കെതിരായിട്ട് ഇപ്പം വന്നേ. സ്വന്തം പെങ്ങളും സ്വന്തം ചേട്ടനും. ഇവനൊക്കെ ഒരു അഡ്രസ്സ് ഉണ്ടാക്കി കൊടുത്തത് ഇവനാ. ആര്? മോശ. ഇഷ്ടിക ചൂളയിൽ പണിയെടുത്തുകൊണ്ടിരുന്ന കാലത്ത് അവിടുന്ന് വിടുവിച്ച് കൊണ്ടുവന്ന് നേതാവിൻ്റെ ചേട്ടനാ, നേതാവിൻ്റെ പെങ്ങളാന്നും പറഞ്ഞ് ആ ഒരു സ്ഥാനമൊക്കെ
മോശ മൂലമായി എന്തെങ്കിലും ഒരു അഡ്രസ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കിട്ടിയിട്ടുള്ളൂ. ഇപ്പൊ അവരെന്ത് ചെയ്തിരിക്കുക? മോശക്കെതിരെ തിരിഞ്ഞിരിക്കുക. മോശ ഒന്നും മിണ്ടിയില്ല. ഞാനൊരു കാര്യം പറയട്ടെ, മിണ്ടാതിരിക്കാനൊരു കൃപ നിനക്കുണ്ടോ? തമ്പുരാൻ നിനക്ക് വേണ്ടി പ്രവർത്തിച്ചോളും. നീ ഒന്നും മിണ്ടണ്ട, ജസ്റ്റ് ബി സൈലൻസ്. ഞാൻ ചിലപ്പോൾ ചില വിഷയങ്ങളൊക്കെ ആയിട്ട് ആളുകൾ ഒന്ന് പറയും, ഒന്നും മിണ്ടണ്ട, ഒന്നും മിണ്ടണ്ട. ലെറ്റ് ഗോഡ് ഇന്റർഫിയർ. ഇത് മൂത്തപ്പോൾ എന്ത് ചെയ്തെന്നറിയാമോ? 4-ാം വാക്യം, പെട്ടെന്ന് യഹോവ മോശയോട് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം തന്നെ, അതിന് ഓരോ പദത്തിനും വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. സാധാരണ കേസിൽ ദൈവം ഇടപെടേണ്ട ഒരു വിഷയമല്ല ഇത്. ദൈവം ഇടപെടുന്ന ഒരു സമയവുമല്ല. സാധാരണ ഇപ്പോൾ ആ സമയങ്ങളിലൊക്കെ ദൈവം ഇടപെടുന്ന ചില സമയങ്ങളുണ്ട്, അല്ലേ? സമാഗമന കൂടാരത്തിലായി ഇപ്പം ദൈവത്തിൻ്റെ പ്രത്യക്ഷത്തൊക്കെ എന്ത് ചെയ്യുന്നത്? കാണുകയും ഇടപെടുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ തികച്ചും അസാധാരണമായിട്ട്, സമയമല്ലെങ്കിലും അസമയത്ത് ദൈവം ഇടപെടാൻ തീരുമാനിച്ചു. ഞാനൊരു കാര്യം പറയാം, ഒത്തിരി നാളൊന്നും തമ്പുരാൻ മൗനമായിരിക്കത്തില്ല കേട്ടോ. കത്തിക്കേറുന്ന കാണുമ്പം തമ്പുരാൻ എന്ത് ചെയ്യുന്നറിയാമോ? ദൈവം തമ്പുരാൻ ഇടപെടും, ഒരു സംശയമില്ല. അവൻ എന്നും മൗനമായിരിക്കുമെന്ന് വിചാരിക്കരുത്. എത്രയോ ഉദാഹരണങ്ങൾ പറഞ്ഞുതരാം, എത്രയോ ഉദാഹരണങ്ങൾ. ദൈവദാസനെതിരെ നീയേ സംഗതിയൊക്കെ ശരിയായിരിക്കും, നിൻ്റെ ഭർത്താവായിരിക്കും, അല്ലെങ്കിൽ നിൻ്റെ ഭാര്യ ആയിരിക്കും, അല്ലെങ്കിൽ നിൻ്റെ മച്ചാനായിരിക്കും, നിൻ്റെ വേണ്ടപ്പെട്ടവനായിരിക്കും, നീ അതൊക്കെ വെച്ചിട്ടേ അങ്ങ് കത്തിക്കയറാമെന്ന് വിചാരിച്ചാ തമ്പുരാൻ മൗനമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. പെട്ടെന്ന് ദൈവം എഴുന്നേറ്റു. അവിടെ അങ്ങനെ വായിക്കുന്നല്ലേ ആ വാക്ക്. നിങ്ങൾ എത്ര നോക്കിയേ എന്ന് പറഞ്ഞാൽ എന്നാ ഈ പെട്ടെന്ന് എന്നുള്ള പറഞ്ഞ എപ്പോഴാണ് ഉപയോഗിക്കുക? അസാധാരണമായൊരു കാര്യം നടക്കാൻ പോകുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു പ്രതീക്ഷയില്ലാത്ത സമയത്ത് നിങ്ങൾ വിചാരിക്കുക, നിങ്ങൾ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുക, സാറ് നിങ്ങൾ വിചാരിക്കുന്ന സാർ ഇപ്പോഴൊന്നും വരത്തില്ലെന്നാ. എല്ലാം പറഞ്ഞിങ്ങനെ മൂത്ത് കയറുമ്പം നിങ്ങൾ നോക്കുന്ന സാറിൻ്റെ, ഞാനിവിടെ നിങ്ങളുടെ മധ്യ നിൽക്കുന്നതിന് ഈ മനുഷ്യൻ എവിടുന്ന് വന്നാവോ എല്ലാം കേട്ട് കാണുമല്ലേ. പെട്ടെന്നുള്ള പദങ്ങൾ ദേവസ്വത്തിൽ നിങ്ങൾ പഠിച്ച വളരെ രസമാണ്. അപ്പോസ്തലർ 2-ാം അധ്യായത്തിലുണ്ട്, പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ. കാരണം കാറ്റൊന്നും വരാൻ ഒരു സമയം, അതിൻ്റെ ഒരു സാഹചര്യം അവിടെ ഒന്നുമില്ല. പെട്ടെന്ന് ആകാശം കറുത്തിരുണ്ടു. അസാധാരണ സമയത്ത് നടക്കുന്ന സംഭവങ്ങൾക്ക് നമ്മൾ പെട്ടെന്നൊന്നൊരു പദം ഉപയോഗിക്കാറുള്ളത്. അതുകൊണ്ട് കത്തി കയറുമ്പോഴൊക്കെ സൂക്ഷിച്ചോണം. പെട്ടെന്ന് യഹോവയുടെ ഒരു ദൂതൻ വന്ന് ഒരുത്തിനെ അടിച്ചതായിട്ട് കാണുന്നില്ലേ അപ്പോസ്തല പ്രവൃത്തിയിൽ? ഇല്ലേ? ദൂതം വന്ന് ഒറ്റയടി കൃമിക്കിരയായി തീർന്നു. അടി കിട്ടിയതേ ഓർമ്മയുള്ളൂ, പിന്നെ പെട്ടി കിടക്കുക. ശ്രദ്ധിച്ചോ? പെട്ടെന്ന് യഹോവ മോശയോടും അഹരോനോടും മിര്യാമിനോടും കൽപ്പിച്ചു. 3 പേരും കൂടെ സമാന കൂടാരത്തിൽ വരാൻ പറഞ്ഞു. 3 പേരും കൂടെ വരാൻ പറഞ്ഞു അങ്ങോട്ട്. 3 പേരും വന്നു. യഹോവ മേഘസ്തംഭത്തിൽ സമാഗമന കൂടാരത്തിലേക്ക് ഇറങ്ങി. ഇതിനെ കൂടാരവാതിൽക്കൽ നിന്നതിൻ്റെ കാര്യം തന്നെ ഇനി തമ്പുരാൻ ചിലത് പറയാൻ പോവുക. ഓടി രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയാ. നീ കേട്ടേച്ച് പോയാൽ മതി മുഴുവൻ, ഇല്ലേ? അത് പറഞ്ഞുതരാം. ചിലപ്പോൾ ഒക്കെ ചില കാര്യം പറയുമ്പോഴേ അത് തീർത്തിട്ട് വാതൊക്കെ കൈ വെച്ചേച്ച് വേണം സംസാരിക്കാൻ. ഇത് കേട്ടിട്ട് പോയാൽ മതി. അല്ലാണ്ട് ഇപ്പം മൂത്രമൊഴിക്കാനും ബാത്റൂമിൽ പോകാനും ഒന്നും പോകണ്ട, ഇത് കേട്ടിട്ട് പോയാൽ മതി. എന്നിട്ട് അഹരോനെയും മിര്യാമിനെയും വിളിച്ചു വരാൻ പറഞ്ഞു. ഒന്ന് കൂടാരവാതിൽക്കൽ നിന്ന് ഇങ്ങോട്ട് വിളിച്ചു. ചെന്നു. അവൻ പറഞ്ഞു, കുറച്ച് കാര്യം പറയാനുണ്ട് നിങ്ങളോട്, കേട്ടോ.
ആ യഹോവയായ ഞാൻ ആ അവന് ദർശനത്തിൽ ആ എന്നെ വെളിപ്പെടുത്തുകയും ഉം, സ്വപ്നത്തിൽ അവനോട് അരുളിച്ചെയ്യുകയും ചെയ്തു. ഉം. എന്റെ ദാസനായ മോശെയോ ഞാൻ സാധാരണ പ്രവാചകന്മാരോടൊക്കെ സംസാരിക്കുന്നതേ സ്വപ്നത്തിൽ കൂടെയും ദർശനത്തിൽ കൂടെ. പക്ഷെ എൻ്റെ ദാസനായ മോശയോട് ഞാൻ അങ്ങനെയല്ല സംസാരിച്ചേക്കുന്നത്. അവൻ എൻ്റെ ഗ്രഹത്തിലൊക്കെ വിശ്വസ്തനായിരുന്നതുകൊണ്ട് വായിച്ചോ, അവനോട് ഞാൻ അരുളിച്ചെയ്യുന്നത് അവനോട് ഞാൻ അരുളി ചെയ്യുന്നത് മറപൊരുളായിട്ടല്ല ആഭിമുഖമായിട്ടും സ്പഷ്ടമായിട്ടുമാ. ആ അവൻ യഹോവയുടെ രൂപം കാണുകയും ചെയ്തു. അവൻ ദൈവത്തിന് എൻ്റെ മുഖം കണ്ടവനാ. ആ അങ്ങനെ ഇരിക്കെ നിങ്ങൾ എൻ്റെ ദാസനായ മോശയ്ക്കെതിരെ സംസാരിക്കാൻ ശങ്കിക്കാഞ്ഞത് എന്ത്? യഹോവയുടെ കോപം അവരുടെ നേരെ ജ്വലിച്ചു. യെസ് അവൻ മറന്നു. യെസ്. ഇത്രയും പറഞ്ഞു വെച്ച് ദൈവത്തിൻ്റെ കോപം അവരുടെ നേരെ വെളിപ്പെട്ടു. ദൈവം മേഘസ്തംഭമായി വെളിപ്പെട്ട ദൈവം അവിടെ അങ്ങ് പറഞ്ഞു. ആ മേഘവും കൂടാരത്തിന്മേൽ നിന്നും നീങ്ങി മേഘവും ദൈവസാന്നിധ്യം നീങ്ങിപ്പോയി. ആ മിരിയാം ഹിമം പോലെ വെളുത്തു നോക്കിയപ്പം നല്ല ഒന്നാന്തരം ഒരു മദാമക്കുട്ടിയായിട്ട്. എനിക്ക് വലിയ രസമുണ്ട് കറുത്തവളെ ചൊല്ലി കുറ്റം പറഞ്ഞത്. എന്താ ഇവള്? വെളുത്ത് ഹിമം പോലെ വെളുത്ത്. ഇത് വൈറ്റ് ലെപ്രസി എന്ന് പറയുന്ന ഒന്നാ, മറ്റേ കുഷ്ഠമല്ല ഇത് എന്ന് പറഞ്ഞാൽ. എന്ത് വൈറ്റ് ലെപ്രസിക്കുള്ള പ്രത്യേകത തന്നെ വെള്ളപ്പാണ്ടെന്ന് നമ്മുടെ മലയാളത്തിൽ പറയും. ഇത് മറ്റേ കുഷ്ഠമല്ല, വെളുത്ത്. കറുത്തവളെ കുറ്റം പറഞ്ഞതാ കൂശസ്ത്രീ. എന്നാ നീ നല്ലപോലെ അങ്ങ് വെളുത്തോ. അപ്പോഴെന്തോ അഹരോൻ മോശയോട് പറഞ്ഞു, അയ്യോ യജമാനെ, ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു, ഞങ്ങൾ ഭോഷത്വമായി ചെയ്തു പോയി വാക്പാപം ഞങ്ങളുടെ മേൽ വെക്കരുതേ. അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ മാംസം പകുതി അഴുകിയിരിക്കുന്ന ചാപ്പിള്ളയെ പോലെ ഇവളാകുവാൻ ഇടവരരുതേ. അപ്പോൾ മോശം എന്താ പറഞ്ഞു? ഇതൊക്കെ നിനക്ക് ആവശ്യമാണ് അല്ലേ? എനിക്കെതിരെ വിരൽ ചൂണ്ടുമ്പോൾ നീ എന്ത് ചെയ്യണമായിരുന്നു? ഓർക്കണമായിരുന്നു. മോശം എന്നാ പറഞ്ഞെന്നൊക്കെ നോക്കിക്കേ, ദ ഫോർഗീവിങ് സ്പിരിറ്റ്. മോശം പറയാം, കർത്താവേ പ്ലീസ് അവളെ സൗഖ്യമാക്കണം. ഇവര് മോശയ്ക്കെതിരെ സംസാരിച്ചത് മുഴുവനും, മോശയുടെ ഭാര്യയ്ക്കെതിരെ സംസാരിച്ചത് മുഴുവനും മോശ ക്ഷമിച്ചിട്ട് ദൈവത്തോട് പറഞ്ഞു, ദൈവമേ അവളെ സൗഖ്യമാക്കണം. അപ്പോൾ യഹോവ മോശയോട് പറഞ്ഞു, അവളുടെ അപ്പൻ അവളുടെ മുഖത്ത് തുപ്പിയെങ്കിൽ അവൾ 7 ദിവസം ലജ്ജിച്ചിരിക്കേണ്ടതല്ലയോ? അവളെ 7 ദിവസത്തെ പാളയത്തിന് പുറത്ത് അടച്ചിടാൻ പറഞ്ഞു. പിന്നെ വേണമെങ്കിൽ അവളെ ഇതാക്കാം. അങ്ങനെ മിര്യാമിനെ 7 ദിവസം പാളയത്തിന് പുറത്താക്കി അടച്ചിട്ടു. അവളെ വീണ്ടും ഉള്ളിലേക്ക് സ്വീകരിക്കുന്നവരെ ജനം യാത്ര ചെയ്തില്ല. ദ ഫോർഗീവിങ് സ്പിരിറ്റ് ഓഫ് മോസസ്. മോശയുടെ ക്ഷമിക്കുന്ന, ഇത്രയൊന്നും നമ്മളെക്കുറിച്ച് ഉണ്ടായില്ലല്ലോ, എന്നിട്ടും നമുക്ക് ക്ഷമിക്കാം. ഏതാണ്ട് ഒരു വാക്കങ്ങാണ്ട് പറഞ്ഞല്ലേ ഉള്ളൂ. ആരാണ്ട് നമുക്കിപ്പോഴും ക്ഷമിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. എഴുതിയിട്ടിട്ടില്ലോ ഡയറിയിൽ എവിടാണ്ടൊരു മൂലയ്ക്ക്. അതാരും വായിച്ചാൽ മനസ്സിലാവാത്ത രീതിയിൽ കളർ മാറ്റി എഴുതിയിട്ടേക്ക്. എന്തുവാന്ന് അറിയത്തില്ല, നമുക്ക് തന്നെ അറിയത്തുള്ളൂ ആ കളറിൽ എഴുതുക എന്തോ അതിൻ്റെ അർത്ഥം എന്ന്. മനസ്സിലായില്ല. ഇന്നതാന്ന് വിശദമായിട്ട് എഴുതേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ കളറൊന്ന് മാറ്റി എഴുതിയിട്ടാൽ നമുക്കറിയാതെ എന്തുവാന്നതുകൊണ്ട്. നമുക്ക് എത്രയോ പേരോട് ക്ഷമിക്കാൻ കഴിയുന്നില്ല. എന്നിട്ട് നമുക്ക് ആഗ്രഹം നേതാവാവണമെന്നാണ്. ഇവിടെ ഇതാ കർത്താവ് മോശയേക്കാൾ വലിയവനെന്ന് പറയാൻ കാര്യം എന്നാ? തന്നെ ക്രൂശിച്ചു കൊന്നവരോടും കർത്താവ് പറയുന്നത്, പിതാവേ ഇവർ ചെയ്യുന്നതിനെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ, അവരുടെ പാപം അവരുടെ മേൽ എന്തിയല്ലേ. അത് സ്തെഫാനോസ്. നോക്കിയേ, ഇതൊക്കെയാണ് ഒരു ലീഡറിൻ്റേത്. നമുക്കിന്ന് ക്രിസ്തീയ നേതൃത്വത്തിലായി നമുക്കൊരു മനഃപൂർവ്വം ഒരു തീരുമാനം എടുക്കാം. ഐ വിൽ ഫോർഗീവ് ടു എവരിവൺ. ഞാൻ എല്ലാവരോടും ക്ഷമിക്കും.
എല്ലാവരോടും. ഇനി വല്ലയിടത്തും എഴുതിയിട്ടുണ്ടെങ്കിൽ വൈറ്റ്നർ ഇട്ട് ഞാനത് എന്ത് ചെയ്ത് കളയും, മായ്ച്ചു കളയും. അടുത്ത തലമുറ അറിയരുത്. ഞാൻ ക്ഷമിച്ചിരിക്കും. ആരുമായി ഇവിടെ ഈ പറഞ്ഞത് ആരാ? വളരെ വേണ്ടപ്പെട്ട പെങ്ങളും ചേട്ടനുമാ, സഹോദരനും സഹോദരിയായി പറഞ്ഞേ. ബുദ്ധിമുട്ടുണ്ട്. യു വാണ്ട് ടു ബി ഇൻ ലീഡർഷിപ്പ്? നേതൃത്വത്തിൽ തുടരാൻ ആഗ്രഹമുണ്ടോ? ദൈവം നേതൃത്വത്തിൽ നിന്നെ ഉപയോഗിക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? ഫർഗീവ്. മനഃപൂർവ്വമായിട്ട്, ഹൃദയംഗമായിട്ട്. Moses has a forgiving spirit. ക്ഷമിക്കുന്ന ആത്മാവുള്ളൊരു മനുഷ്യനായിരുന്നു. ഇതില്ലാതെ നമുക്ക് ലീഡർഷിപ്പിൽ തുടരാൻ ഒക്കില്ല കേട്ടോ, പറ്റില്ല. നീ ക്ഷമിക്കാതിരുന്നാൽ അത് നിൻ്റെ ഹൃദയത്തിലൊരു കയ്പായിട്ട് മാറും. അത് നിന്നെ തിന്നുകളയും, നിൻ്റെ ജീവിതത്തെ മുഴുവൻ അത് തിന്നുകളയും. അത് എക്സ്റേ എടുത്താലൊന്നും കാണാൻ പറ്റത്തില്ല. അത് നിൻ്റെ ഹൃദയത്തെ ഇങ്ങനെ, ആ ഒരു കയ്പ്, അത് അതിൻ്റേതായിരിക്കുന്ന രാസപ്രക്രിയകളിൽ നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അവരെ കാണുമ്പോഴൊക്കെ ഇത് എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ കയ്പ് ആക്ടിവേറ്റ് ചെയ്യും. ഈ കയ്പ് പ്രവർത്തിക്കാൻ തുടങ്ങും. അത് ശരീരത്തിനകത്ത് എന്തുണ്ടാകും എന്നറിയാം? ഒരു ആസിഡ് ഉണ്ടാക്കും. അതിങ്ങനെ നിൻ്റെ ഹൃദയത്തിൽ ഓരോ പ്രാവശ്യം കാണുമ്പോഴും എന്താണെന്നറിയാം? അത് കൂടി 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 അത് നിൻ്റെ ശരീരാവയവങ്ങളെ ജീർണിച്ച് കളയും. അൾസർ വിട്ടുമാറത്തില്ല, തലവേദന വിട്ടുമാറില്ല. ഇതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഒത്തിരി രോഗങ്ങളുണ്ട്. Forgive it. ക്ഷമിക്ക്. മനഃപൂർവ്വമായിട്ടത് മക്കളാണേലും ഭർത്താവാണേലും ഭാര്യയാണെങ്കിലും പാസ്റ്ററാണെങ്കിലും അയൽവാസിയാണെങ്കിലും കൂട്ടുകാരനാണെങ്കിലും കൂട്ടു ശുശ്രൂഷകനാണെങ്കിലും നീ വളർത്തിയെടുത്തുകൊണ്ട് വന്നവരാണെങ്കിലും നിനക്കെതിരെ എന്തെങ്കിലും പറയുന്നോ? Forgive it purposely. ഹൃദയംഗമായിട്ട് നീ എന്ത് ചെയ്യേ? ക്ഷമിക്ക്. അടുത്തത് എത്ര നമ്പർ? 8. മോസസ് വാസ് എ മാൻ ഓഫ് ഹെൽപ്പിംഗ്. സഹായിക്കാൻ മനസ്സുള്ളൊരു മനുഷ്യനായിരുന്നു മോശ. ഹെൽപ്പിംഗ് നേച്ചറാ മോശയുടെ. മോശയുടെ സ്വഭാവം എങ്ങനെ? മറ്റുള്ളവരെ സഹായിക്കണമെന്നുള്ളൊരു സ്വഭാവക്കാരനാണ്. നമുക്ക് നോക്കാം. പുറപ്പാട് പുസ്തകത്തിലേക്ക് വരാം. അവിടെ മോശയുടെ ഒരു സ്വഭാവം നമുക്ക് കാണാം. മിസ്രൈമിൽ നിന്ന് സകല വിദ്യയൊക്കെ അഭ്യസിച്ച് അവൻ എന്ത് ചെയ്തിരിക്കുക? ഇറങ്ങി വന്നിരിക്കുക. അങ്ങനെ പതുക്കെ ഒന്ന് നാട് കാണാൻ ഇറങ്ങിപ്പോണ്ടടാ. തൻ്റെ സഹോദരനും വേറെ സഹോദരനും തമ്മിൽ, ഒരു മിസ്രൈമിനും തമ്മിൽ എന്ത് ചെയ്യുന്നു? അടികൂടുക. ആ ഓ ആ ആ തൻ്റെ സഹോദരന്മാരിൽ ഒരു എബ്രായനെ, എഴുതിക്കോ, റെഫറൻസ് നിങ്ങൾ എഴുതിക്കോ. എക്സോഡസ് 2:11 മുതൽ. തൻ്റെ സഹോദരന്മാരിൽ ഒരുവനെ ഒരു മിസ്രൈമ്യൻ അടിക്കുന്നത് കണ്ടപ്പോൾ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നോക്കി. അതെന്തോ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നേ? വളരെ ഷ്രൂഡാണ് മോശ. ഷ്രൂഡ് എന്നുള്ളതിൻ്റെ അർത്ഥം വളരെ കുശാഗ്ര ബുദ്ധിയുള്ളവൻ. അതാണ് അതിൻ്റെ റൈറ്റ് വേർഡ്. മോശ ആരാ? വളരെ ഷ്രൂഡാണ്. എന്തിനാ അങ്ങോട്ട് ഇങ്ങനെ നോക്കിയ? തെളിവ് നശിപ്പിക്കുകയായിരുന്നു അവന്. ദൂതാ, ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് തെളിവ് നശിപ്പിച്ചിട്ട് ഇവൻ എന്ത് ചെയ്യത്തുള്ളൂ. ശരിയല്ലയോ? അല്ല, ആണ്. എ ലീഡർ ഷുഡ് ബി ഷ്രൂഡ്. നല്ല അർത്ഥത്തില്. എനിക്ക് ഉറപ്പ് വരുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ആരെങ്കിലും ഉണ്ടോന്ന്. ആരും ഇല്ലെന്ന് കണ്ടപ്പോൾ ദിസ് ഈസ് ദ റൈറ്റ് ടൈം ആഡ് ചെയ്യും. മോശയുടെ ആ ഷ്രൂഡ്നെസ്സിനെ അത് വെളിപ്പെടുത്തുന്നത്. കുശാഗ്ര ബുദ്ധിയെ എഴുതിക്കോ.
എ ലീഡർ ഷുഡ് ബി ഷ്രൂഡ്. ഒരു നേതാവ് കുശാഗ്ര ബുദ്ധിയുള്ളവനായിരിക്കണം. കുസൃതി ബുദ്ധി അല്ല കേട്ടോ, വക്രബുദ്ധിയല്ല. ഷ്രൂഡ്. താൻ ചെയ്യാൻ പോകുന്ന കാര്യം അത് സുരക്ഷിതമാണ് എന്ന് നല്ല ബോധ്യം വരുത്തിയിട്ടാണ് മോശ അവിടെ ചെയ്യുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എന്ത് ചെയ്തെന്ന് അറിയാമോ? മിസ്രൈമിനെ അടിച്ച് എന്ത് ചെയ്തു? മണല് മറവ് ചെയ്ത് സഹോദരനെ വിടുവിച്ചു. ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്താ അറിയാമോ? ഹെൽപ്പിംഗ് നേച്ചറാണ്. വേറെ സന്ദർഭം ഓർക്കുന്നോ? അങ്ങനെ ഓടി മിദ്യാനി എത്തി അവൻ അവിടുന്ന്. ഓർക്കി കുറച്ച് മുമ്പോട്ട് വരാം. മിദ്യാനി എത്തിയപ്പോൾ എന്തുവാണെന്നറിയാമോ? ഇവരെയൊക്കെ പുറത്തറിഞ്ഞു. ഏത് അധ്യായത്തിന്റെ? 2:16 വാ. അവിടെ മോശ എന്ത് ചെയ്യുക? സഹായിക്കുകയാണ്. മിദ്യാനിലെ പുരോഹിതന്റെ മക്കൾക്ക് നീതി നിഷേധിക്കപ്പെട്ടു എന്ന് കണ്ടപ്പോഴാ ചാടി ഇറങ്ങിയവൻ. ചാടി ഇറങ്ങി എന്ത് ചെയ്തു? അവര് സഹായിച്ചു. അത് സ്വന്തം സഹോദരങ്ങൾക്ക് വേണ്ടി മാത്രമല്ല അവൻ്റെ സഹായത്തിൻ്റെ ആ സ്പിരിറ്റ് ഉള്ളത്, മറ്റുള്ളവർക്കും. ഒരു ലീഡർ അങ്ങനെ ആയിരിക്കണം. അവശതയില്, കഷ്ടതയില്, നീതി നിഷേധിക്കപ്പെട്ട് കിടക്കുന്ന ഒരു ജനസമൂഹം ഉണ്ടെന്നറിഞ്ഞാൽ എന്ത് ചെയ്യണം? നീയ് അവൾ എൻ്റെ ജാതിയൊന്നുമല്ല, എൻ്റെ സഭയൊന്നുമല്ലെന്നും പറഞ്ഞ് അവരെന്ത് ചെയ്ത് അവഗണിക്കരുത്. ഇത് മിദ്യാനിലെ പുരോഹിതൻ്റെ മക്കളാ. ഇവന് വലിയ കാര്യമില്ല, ഇവനവിടെ വന്നതേ ഉള്ളൂ. പക്ഷെ അവർക്കൊരു സഹായം ആവശ്യമാണെന്നറിഞ്ഞ ഉടനെ, അല്ലെങ്കിൽ മനസ്സിലാക്കിയ ഉടനെ അവനവരെ സഹായിക്കാൻ ഇറങ്ങുക. എ ലീഡർ ഷുഡ് ബി വിത്ത് ദ സ്പിരിറ്റ് ഓഫ് ഹെൽപ്പിംഗ് നേച്ചർ. സഹായിപ്പാൻ മനസ്സുള്ളൊരു മനസ്സ് നിങ്ങൾക്ക് മോശയിൽ കാണാനായിട്ട് കഴിയും. ഇപ്പം എത്രണ്ണായി? 9 പോയിന്റ് ആയില്ലേ? ഇല്ലേ? അതിനൂടെ തന്നെ നമ്മൾ പഠിച്ചു, ഷ്രൂഡായിരുന്നു. വളരെ കുശാഗ്ര ബുദ്ധിയോടാണ് അവൻ പ്രവർത്തിച്ചത്. അടുത്ത ഇതിനോട് കൂടെ ചേർന്ന് വരുന്നൊരു പോയിന്റ് ആയതുകൊണ്ട് അതും കൂടെ എഴുതിക്കോ. അനീതിയെ സഹിക്കാത്തവനായിരിക്കണം. could not tolerate injustice. മോശയ്ക്ക് അനീതി എന്ത് ചെയ്യാൻ പറ്റത്തില്ല? സഹിക്കാനൊക്കത്തില്ല. അനീതി സഹിക്കാത്തൊരു മനുഷ്യരായിരുന്നു. ഈ 2 സന്ദർഭങ്ങളിലും നിങ്ങൾക്ക് അത് തന്നെ കാണാൻ കഴിയുന്നത്. തൻ്റെ സഹോദരനെ അടിക്കുന്നത് കണ്ടപ്പോൾ, കാരണം ഒരു മിസ്രൈമിനെ അവൻ സഹിക്കാൻ പറ്റിയില്ല. ഇവിടെ ഒന്ന് മിദ്യാന്യ പുരോഹിതൻ്റെ മക്കളോട് മറ്റിടയന്മാർ കാണിക്കുന്ന ഈ പ്രവൃത്തി കണ്ടപ്പോഴവൻ എന്ത് ചെയ്തില്ല? സഹിക്കാനൊത്തില്ല. അപ്പോൾ അനീതിക്കെതിരെ പോസിറ്റീവായിട്ട് പ്രതികരിക്കുകയാണ്. 2 രീതിയിൽ പ്രതികരിക്കാം. മിണ്ടാതിരിക്കുന്നതും ഒരു പ്രതികരണം തന്നെ. പണ്ട് ഇന്ത്യയുടെ നയം അതായിരുന്നു. എന്തുവാ? ചേരി ചേരാ നയം. ഞങ്ങൾ നന്മയ്ക്കും ഇല്ല, തിന്മയ്ക്കും ഇല്ല, ഗുണത്തിനും ഇല്ല, ദോഷത്തിനും ഇല്ല. അവൻ്റെ സൈഡും ഇല്ല, ഇവൻ്റെ സൈഡും ഇല്ല. അപ്പോൾ നിനക്കൊരു ആവശ്യം വരുമ്പോഴും അവരും അതേ തന്നെ നിയമം എടുക്കും. അവരും ചേരി ചേരാ നയത്തിൽ തന്നെ നിൽക്കും. നീ ഒറ്റയ്ക്ക് നിന്ന് പോരാടേണ്ടി വരും.